12,500 രൂപ ഓരോ വർഷം നിക്ഷേപിച്ച് 1,03,00,000 രൂപ ഉണ്ടാക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള, ഒട്ടും റിസ്ക് ഇല്ലാത്ത, ഒട്ടും പ്രശ്നം വരാൻ സാധ്യതയില്ലാത്ത സ്കീമാണ്. ഇന്ത്യയിൽ താമസിക്കുന്ന എല്ലാവരും ഞാൻ ഈ പറയുന്ന നിക്ഷേപങ്ങൾ എന്ത് വന്നാലും ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. അക്കൗണ്ടുകളുടെ പേര് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് അല്ലെങ്കിൽ എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ട്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു സോവറിൻ ഗ്യാരണ്ടിയോട് കൂടി തന്നെ നമുക്ക് ഒരു നിശ്ചിത ശതമാനം അല്ലെങ്കിൽ നമ്മളുടെ രാജ്യത്തിൻ്റെ പണപ്പെരുപ്പത്തിനനുസരിച്ചുള്ള ഒരു നേട്ടം കോമ്പൗണ്ടിങ് രീതിയിൽ ലഭിച്ചുകൊണ്ട് ഒരു ലോങ് ടേം വെൽത്ത് ബിൽഡിങ്ങിനായിട്ട് നമ്മളുടെ ഫ്യൂച്ചർ ആവശ്യങ്ങൾക്ക്, അതായത് റിട്ടയർമെൻറ്റ് പോലുള്ള ആവശ്യങ്ങൾ, അല്ലെങ്കിൽ ചെറിയ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആവശ്യങ്ങൾ പോലുള്ള വെറൈറ്റി ഓഫ് ആവശ്യങ്ങൾക്ക് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന 2 നിക്ഷേപങ്ങളാണ് എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ടും പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടും. എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ട് ഒരു ജോലിയുള്ള ആളുകൾക്ക് മാത്രമാണ് ചേരാനായിട്ട് സാധിക്കുക എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നമുക്കറിയാം. ഇപ്പോൾ നിങ്ങൾക്ക് സ്ഥിര വരുമാനമുള്ളൊരു ജോലിയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ EPF രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് EPF നിങ്ങളും കോൺട്രിബ്യൂട്ട് ചെയ്യും. അതോടൊപ്പം നിങ്ങളുടെ മുതലാളിയും നിങ്ങൾക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക അല്ലെങ്കിൽ നമ്മൾ സേവ് ചെയ്യുന്ന തുക എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്കും എംപ്ലോയി പെൻഷൻ ഫണ്ടിലേക്കും ഒരു നിശ്ചിത ശതമാനം എന്നുള്ള രീതിയിൽ നിക്ഷേപിക്കപ്പെടുകയാണ് ചെയ്യുക. വളരെ മികച്ചൊരു സംവിധാനമാണ്. ഞാൻ പേഴ്സണലി എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ടിൽ എൻറോൾ ചെയ്തിട്ടുള്ള ആളാണ്. അത്യാവശ്യം വലിയൊരു കോർപ്പസ് ഞാൻ എൻ്റെ ഈ ഒരു തൊഴിൽ ജീവിതവുമായി ബന്ധപ്പെട്ട് അതിൽ അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി പറയുകയാണ്. ഇത് ജോലിയുള്ള ആളുകൾക്ക് മാത്രമാണ് എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ട് പറ്റുക. അപ്പോൾ ഇന്ത്യയിൽ താമസിക്കുന്ന സ്ഥിര ജോലി ഇല്ലാത്ത, അല്ലെങ്കിൽ അങ്ങനെ എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ടിൽ വരാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന മികച്ച അക്കൗണ്ടാണ് 15 വർഷത്തെ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് അക്കൗണ്ട്, അല്ലെങ്കിൽ PPF എന്ന് പറയാം. PPF ഇപ്പോഴത്തെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7.1% ആനുവലി കോമ്പൗണ്ട് ചെയ്യുന്ന രീതിയിലുള്ള നിക്ഷേപമാണ്. ഈ 7.1 എന്നുള്ള ഇൻട്രസ്റ്റ് റേറ്റ് പെർസെൻറ്റേജ് ഓരോ 3 മാസം കൂടുമ്പോഴും റിവൈസ് ചെയ്യും. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അതിൻ്റെ ചേഞ്ച് വന്നിട്ടില്ല, പക്ഷേ ഭാവിയിൽ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരു വർഷം മിനിമം 500 രൂപയും മാക്സിമം 1,50,000 രൂപയും ആണ് നമുക്ക് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിക്ഷേപിക്കാനായിട്ട് പറ്റും. നമുക്ക് ഒറ്റ തവണയായിട്ടോ പല തവണകളായിട്ടോ നമുക്ക് ഈ 500 രൂപ വരെയുള്ള, അല്ലെങ്കിൽ ഒരു 1,50,000 രൂപ വരെയുള്ള തുക നിങ്ങൾക്ക് നിക്ഷേപിക്കാനായിട്ട് സാധിക്കും. ഏതൊരു റെസിഡൻറ്റ് ഇന്ത്യൻ ആയിട്ടുള്ള 18 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കും ഈ അക്കൗണ്ടിൽ ചേരാം. അതോടൊപ്പം തന്നെ ഒരു മൈനറായിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ പ്രായപൂർത്തിയാവാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഗാർഡിയനും ചേരാനായിട്ട് സാധിക്കും. ഇന്ത്യയിൽ ആകമാനം ഉള്ള പോസ്റ്റ് ഓഫീസുകളിലും ബാങ്കുകളിലും ഒക്കെ ആയിട്ട് ഒരാൾക്ക് ഒരു അക്കൗണ്ട് മാത്രമേ ചേരാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ള ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നിൽ കൂടുതൽ PPF അക്കൗണ്ടുകൾ ഒരാൾ കൈവശം വെക്കുന്നത് നിയമപരമായിട്ട് ശരിയായിട്ടുള്ള കാര്യമല്ല. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ മിനിമം 500 രൂപയും മാക്സിമം 1,50,000 രൂപയും നിക്ഷേപിക്കുന്നത് നമ്മൾ ഈ ഫിനാൻഷ്യൽ ഇയറിലെ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് നിക്ഷേപിക്കാം. പക്ഷേ ഇതിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 5-ാം തീയതിക്കും ലാസ്റ്റ് ഡേ ഓഫ് മന്തിനും ഇടയ്ക്കുള്ള മിനിമം ബാലൻസ് തുക, മന്ത്ലി ബാലൻസ് മിനിമം എത്രയാണോ ഉള്ളത് അതിനാണ് ഓരോ മാസത്തെയും മിനിമം ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്ത് ആനുവലിയാണ് ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത്. അടുത്ത വർഷത്തെ ബാലൻസിനോട് കൂടി ആ ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുകയും അതിനും വീണ്ടും ഇൻട്രസ്റ്റ് കിട്ടുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇത് കോമ്പൗണ്ടിങ് രീതിയിൽ വർക്ക് ചെയ്യുന്ന കാര്യമാണ് എന്ന് പറയുന്നത്. നമുക്ക് തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ PPF പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകൾ, SBI പോലുള്ള ബാങ്കുകളിലോ കോൺടാക്ട് ചെയ്തുകൊണ്ട് PPF അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. മിനിമം 500 രൂപ വർഷം അടയ്ക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ കണ്ടീഷൻ മീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ PPF അക്കൗണ്ട് ഡിസ്കണ്ടിന്യൂ ആവും. അതുപോലെ ഈ ലോൺ ഫെസിലിറ്റി, അല്ലെങ്കിൽ PPF നിന്ന് ലോൺ എടുക്കാനുള്ള ഫെസിലിറ്റി, അതിനെപ്പറ്റി ഞാൻ പറയാം. ലോൺ ഫെസിലിറ്റിയും ഇതിൽ നിന്ന് പൈസ പിൻവലിക്കാനുള്ള ഫെസിലിറ്റിയും ഒക്കെ ഡിസ്കണ്ടിന്യൂ ആയ അക്കൗണ്ടുകളിൽ നിന്ന് ചെയ്യാനായിട്ട് സാധിക്കാതെ വരും. ഒരു വർഷം 50 രൂപ ഫൈൻ അടച്ചുകൊണ്ട് നമുക്ക് ഡിസ്കണ്ടിന്യൂ ആയ അക്കൗണ്ടുകൾ തിരികെ എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പലരും PPF 1-2 തവണ അടച്ച്, അല്ലെങ്കിൽ 1-2 വർഷം അടച്ച് ഡിസ്കണ്ടിന്യൂ ആയിട്ടുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര വർഷം മുൻപാണോ ഇത് PPF സ്റ്റോപ്പ് ചെയ്തത് അല്ലെങ്കിൽ അടയ്ക്കൽ നിർത്തിയത് അന്ന് മുതൽ ഓരോ വർഷത്തിനും 50 രൂപ വെച്ച് പണം കൊടുക്കുകയും ആ പണം പ്ലസ് നിങ്ങളുടെ മിനിമം ആയിട്ടുള്ള ഒരു 500 രൂപയും കൂടെ അടച്ചുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ട് റിവൈവ് ചെയ്യാം എന്നുള്ളത് പലർക്കും അറിയാത്ത കാര്യമാണ്. ഓരോ ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനം ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ആവുകയും ആ ക്രെഡിറ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് അടുത്ത വർഷത്തോടുകൂടി കൂട്ടുകയും ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. പക്ഷേ ഇന്ത്യയിലെ ഏതൊരു അക്കൗണ്ടിനായാലും ഇങ്ങനെ ക്രെഡിറ്റ് ആവുന്ന ഇൻട്രസ്റ്റിന് ടാക്സ് പിടിക്കാറുണ്ട്. പക്ഷേ PPF അങ്ങനെ ടാക്സ് പിടിക്കില്ല. നമുക്ക് കിട്ടുന്ന ലാഭത്തിന് ടാക്സ് പിടിക്കാത്ത വളരെ ചുരുക്കം നിക്ഷേപങ്ങളിൽ ഒന്നാണ് ഈ PPF എന്നുള്ളത് നിങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കാം. PPF മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു വർഷത്തിന് ശേഷം നമ്മളുടെ ഈ അക്കൗണ്ടിൽ നിന്ന് ലോൺ എടുക്കാനായിട്ട് സാധിക്കും. കയ്യിലുള്ള ബാലൻസിൻ്റെ 25% വരെ നമുക്ക് ലോൺ എടുക്കാം. അതായത് നമ്മുടെ PPF അക്കൗണ്ടിൽ 2 ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ 50,000 രൂപ വരെ നമുക്ക് PPF നിന്ന് ലോണായിട്ട് എടുക്കാനായിട്ട് സാധിക്കും. ഒരൊറ്റ തവണ മാത്രമേ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ
ഏപ്രിൽ മുതൽ മാർച്ച് വരെയുള്ള ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരൊറ്റ തവണ മാത്രമേ ലോൺ എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ലോൺ നമ്മൾ തിരിച്ചടച്ചു കഴിഞ്ഞാൽ അടുത്ത ലോൺ എടുക്കാം. അങ്ങനെ നമുക്ക് അതും ചെയ്യാനായിട്ട് സാധിക്കും. ലോൺ 36 മാസത്തിനുള്ളിലാണ് തിരിച്ചടയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് നമ്മുടെ PPF റേറ്റിൽ നിന്ന് 1% കൂടുതൽ എന്നുള്ള രീതിയിൽ നമുക്ക് തിരിച്ചടയ്ക്കേണ്ടതായിട്ട് വരും. 36 മാസത്തിന് ശേഷമാണ് ഇത് തിരിച്ചടയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ വേറെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ് വരിക. 5 വർഷം കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള PPF അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു തവണ വിഡ്രോവൽ നടത്താനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചേഞ്ചാണ്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന എമൗണ്ടിൻ്റെ മാക്സിമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലൻസിൻ്റെ 50%, അതായത് ഏകദേശം പകുതി തുക നമുക്ക് മിക്കവാറും എല്ലാ കേസിലും നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുമെന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ 15 വർഷം കാലാവധിയുള്ള ഈ അക്കൗണ്ട് നമ്മൾക്ക് മെച്യൂരിറ്റി ആവുന്ന സമയത്ത് 15 വർഷം കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ മെച്യൂരിറ്റി പേയ്മെൻറ്റ് നമ്മളുടെ ആവശ്യത്തിനായിട്ട് ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റ് അടക്കമുള്ള മുതൽ നമുക്ക് തിരികെ എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ അക്കൗണ്ടിൽ തന്നെ നമ്മൾക്ക് കീപ്പ് ചെയ്തുകൊണ്ട് അടുത്ത ഫിനാൻഷ്യൽ ഇയറുകളിൽ ഓരോ തവണ വിഡ്രോ ചെയ്യുന്ന രീതിയിൽ നമുക്ക് കീപ്പ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് 15 വർഷം തീരുമ്പോൾ 5 വർഷത്തേക്ക് എന്നുള്ള രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാനും പറ്റും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചേഞ്ച്. 5 വർഷത്തിന് ശേഷം അക്കൗണ്ടുകൾ പ്രീമച്ചുറായിട്ട് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള ഒരു കണ്ടീഷൻ കൂടെ അവൈലബിൾ ആണ്. അത് ചില പ്രത്യേക സാഹചര്യങ്ങൾ മാത്രമാണ്. എന്തെങ്കിലും ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഡിസീസ് ഉള്ള ആളുകൾ, അല്ലെങ്കിൽ അക്കൗണ്ട് ഹോൾഡറുടെയോ ഡിപ്പെൻഡൻറ്റിൻ്റെയോ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു അക്കൗണ്ട് ഹോൾഡറുടെ റെസിഡൻറ്റ് സ്റ്റേറ്റസ് ഇന്ത്യക്കാരിൽ നിന്ന് നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ എന്നുള്ള രീതിയിലേക്ക് മാറുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ 5 വർഷത്തിന് ശേഷം അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രീമച്ചുർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഇൻട്രസ്റ്റ് റേറ്റിൽ നിന്ന് 1% കുറച്ചിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റാണ് കിട്ടുക എന്നുള്ളത് പ്രത്യേകം മനസ്സിലായി. അക്കൗണ്ട് ഹോൾഡർ മരിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോമിനിക്ക് അല്ലെങ്കിൽ ലീഗൽ ഹയറിനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത സ്ഥലത്തേക്ക് കോൺടാക്ട് ചെയ്തുകൊണ്ട് അക്കൗണ്ട് എപ്പോൾ വേണമെങ്കിലും ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. 12,500 രൂപ PPFൽ ഓരോ മാസവും നിക്ഷേപിക്കുന്നത് നല്ലൊരു തീരുമാനമാണോ എന്നുള്ളതാണ് ഒരു കേസ് സ്റ്റഡിയിലൂടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 12,500 രൂപ ഓരോ മാസവും PPFൽ നിക്ഷേപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള ഗുണങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞുതരാം. PPFൽ ഉറപ്പായിട്ടും നമുക്ക് റിട്ടേൺ കിട്ടും എന്നതാണ്. ഇപ്പോൾ 7.1% വെച്ച് നമുക്ക് റിട്ടേൺ കിട്ടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നമ്മളുടെ ഒരു ഇൻഫ്ലേഷൻ റേറ്റിനേക്കാൾ കുറച്ച് ഉയർന്നിട്ടുള്ള റേറ്റും ആണ് എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ഈ കിട്ടുന്ന തുകയ്ക്ക് നമ്മൾ പലിശ കൊടുക്കേണ്ട, അതുപോലെ PPFൽ നിന്ന് പൈസ പിൻവലിക്കുമ്പോൾ പലിശ കൊടുക്കേണ്ട, അതുപോലെ PPFലേക്ക് നിക്ഷേപിക്കുമ്പോൾ നമ്മൾക്ക് 1.5 ലക്ഷം രൂപ വരെ ഓരോ വർഷവും ATC എന്ന് പറയുന്ന സെക്ഷൻ ഉപയോഗിച്ച് ഇൻകം ടാക്സ് ബെനിഫിറ്റ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും എന്നതാണ്. എലിജിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് 46,800 രൂപ വരെ ടാക്സ് ബെനിഫിറ്റ് കിട്ടാനുള്ള ഒരു പരിപാടിയാണ് അത്. പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിൻ്റെ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള എന്നാൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇവിടെ നടക്കുന്നത്. PPF പോലുള്ള അക്കൗണ്ടുകളിൽ നമ്മൾ ഏൺ ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റ് നമ്മളുടെ പുതിയ ബാലൻസിനോട് കൂടി കൂട്ടുകയും തുടർന്നുള്ള വർഷങ്ങളിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിന്മേൽ ഇൻട്രസ്റ്റ് കിട്ടുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ലോങ് ടേം വെൽത്ത് ക്രിയേഷന് വേണ്ടിയിട്ട് 1.5 ലക്ഷം രൂപ വെച്ച് 15 വർഷം നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ 22,80,000 രൂപയാണ് നമ്മളുടെ ഇൻവെസ്റ്റഡ് എമൗണ്ട് വരിക. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നത് 18,18,290 കിട്ടുക. അങ്ങനെ ടോട്ടൽ 40,60,68,290 രൂപയാണ് ഈ PPF അക്കൗണ്ടുകളിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഇൻട്രസ്റ്റ് റേറ്റ് തുടരുകയാണ് എന്നുണ്ടെങ്കിൽ ബാലൻസ് കിട്ടും. അതേപോലെ നിങ്ങൾ ഈ അക്കൗണ്ട് മെച്യൂർ ആയതിനു ശേഷം അടുത്തൊരു 5 വർഷത്തേക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ 2 തവണ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 25 വർഷത്തിന് ശേഷമാണ് നിങ്ങൾ ഇത് തിരികെ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1,03,00,000 രൂപ ടാക്സ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് സംഭവിക്കുന്നത്. അപ്പോൾ 12,500 രൂപ ഓരോ വർഷവും നിക്ഷേപിച്ച് 1,03,00,000 രൂപ ഉണ്ടാക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള, ഒട്ടും റിസ്ക് ഇല്ലാത്ത, ഒട്ടും പ്രശ്നം വരാൻ സാധ്യതയില്ലാത്ത സ്കീമാണ് ഈ PPF. അതിൻ്റെ സേഫ്റ്റി തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. അത് ഗവൺമെൻറ് ബാക്ക് ചെയ്തിട്ടുള്ളൊരു സ്കീമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ സേഫ് ആയിട്ടുള്ള ഓപ്ഷനാണ്. ഒരു റിസ്ക്കും ഇതിൽ നിന്ന് ഇല്ല എന്ന് തന്നെ പറയാം. അതായത് ഈ അക്കൗണ്ട് റിസ്ക് ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ അക്കൗണ്ടിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഒരു സംവിധാനങ്ങളും ഇവിടെ വർക്ക് ചെയ്യാത്ത അത്രയും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ ഈ അക്കൗണ്ടിൽ പ്രശ്നം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഒരു സംഗതി ഉണ്ടാവാനുള്ള സാധ്യത തുലോം വിരളമാണ്. ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സേവിങ്സ് നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല മെത്തേഡ് തന്നെയാണ് ഇത്. അതുപോലെ ഞാൻ മുൻപ് പറഞ്ഞ പോലെ നമുക്ക് അക്യുമുലേറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടിൻ്റെ 25% വരെ ലോൺ എടുക്കാം. നമുക്ക് ആവശ്യമുള്ള സമയം ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ കയ്യിലുള്ള ഒരാളാണ്, ബാലൻസ് PPFൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്
ഒരു 2.5 ലക്ഷം രൂപ വരെ ലോൺ എടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയ തെറ്റില്ലാത്ത ഓപ്ഷനാണ് അല്ലേ. അത് വെറും 1% അഡീഷണൽ ഇൻട്രസ്റ്റ് കൊടുത്തിട്ടാണ് നമ്മൾ ലോൺ എടുക്കുക. അതുപോലെ പാർഷ്യൽ വിഡ്രോവൽ, അതുപോലെ എക്സ്റ്റൻഷൻ രീതികൾ, ഇതെല്ലാം ഞാൻ മുൻപ് സൂചിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. ഇനി ഇതൊക്കെ ഈ ഗുണങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും PPF-ന് എൻ്റെ അഭിപ്രായത്തിൽ കുറച്ച് ദോഷങ്ങളുണ്ട്. ഒന്നാമത്തെ ദോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ദീർഘകാലാവധി തന്നെയാണ്. അതായത് 15 വർഷം എന്നുള്ളത് വളരെ വലിയൊരു കാലാവധിയാണ്. അതുപോലെ അതിൽ നിന്ന് പാർഷ്യൽ വിഡ്രോവൽ അലോ ചെയ്യുന്നത് 5 വർഷത്തിന് ശേഷം മാത്രമാണ്. അതും പ്രത്യേക റൂളുകളും ലിമിറ്റേഷനുകളൊക്കെ അനുസരിച്ചാണ്. അപ്പോൾ 15 വർഷം എന്നുള്ള ലോങ് കാലാവധി ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ മാത്രം PPF-ലേക്ക് പോവുക എന്നുള്ളത് നന്നാവും. ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എപ്പോഴും ഒരു ഇൻഫ്ലേഷൻ അനുസരിച്ചുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും. അല്ലാതെ വലിയൊരു വൻ നേട്ടം ഇതിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആരും നിക്ഷേപിക്കരുത് എന്നുള്ളതാണ്. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് ഒരു ലിമിറ്റുണ്ട് എന്നുള്ളത് മറ്റൊരു ദൗർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയാണ്. അതായത് 500 രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെയാണ് ഒരു വർഷം നിങ്ങൾക്ക് നിക്ഷേപിക്കേണ്ടി വരിക. അപ്പോൾ 2 ലക്ഷം നിക്ഷേപിക്കണമെന്നുണ്ടെങ്കിൽ PPF-ൽ അത് സാധിക്കില്ല എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഒരു നിയമങ്ങളനുസരിച്ച് ജോയിൻ്റ് അക്കൗണ്ട് PPF-ൽ അലോ ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു ദോഷം തന്നെയാണ്. മറ്റൊരു ദോഷം നമ്മളുടെ പ്രധാനപ്പെട്ട കസ്റ്റമേഴ്സൊക്കെ, നമ്മളുടെ പ്രധാനപ്പെട്ട സബ്സ്ക്രൈബേഴ്സൊക്കെ NRI-കളൊക്കെയാണ്. അവർക്ക് ഇത് ലീഗലി ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. കിട്ടിയ നിക്ഷേപങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ചെറിയ റിട്ടേൺ മാത്രമാണ് PPF തരുന്നത് എന്നുള്ളത് ഇതിൻ്റെ ഒരു ദോഷമാണ് എന്നുണ്ടെങ്കിലും ഇത് പ്രൊവൈഡ് ചെയ്യുന്ന സെക്യൂരിറ്റിയും അതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റിയും കാരണം ഇതിൻ്റെ ഒരു പ്രൊവൈഡ് ചെയ്യുന്ന സെക്യൂരിറ്റി ആ ഒരു പ്രശ്നത്തെ ഒരു പരിധി വരെ ഇത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ PPF-നെയും ഒരു മ്യൂച്വൽ ഫണ്ടിനെയും അല്ലെങ്കിൽ സ്റ്റോക്കിനെയും ഒരു കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദോഷങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾ PPF-ൽ ഒരു 12,500 രൂപ ഓരോ മാസവും നിക്ഷേപിക്കുക എന്നുള്ളത് ഒരു സേഫായിട്ട് ടാക്സ് എഫിഷ്യൻ്റായിട്ട് ഒരു ലോങ് ടേമിലേക്ക് വേണ്ടിയിട്ടുള്ള സേവിങ്സ് ഓപ്ഷൻ എന്നുള്ള രീതിയിൽ വളരെ മികച്ചൊരു തീരുമാനമായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ സ്റ്റോക്കുകളിലൊക്കെ നിക്ഷേപമുണ്ട്, അതിനോടൊപ്പം തന്നെ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് PPF-ലോ EPF-ലോ ചെയ്യുന്നത് നന്നായിരിക്കും. അതിനുള്ള കാരണങ്ങൾ ഞാൻ വീണ്ടും ഒന്നുകൂടെ സൂചിപ്പിക്കാം. ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റിട്ടേണുകളും അതുപോലെ 1 രൂപ പോലും ടാക്സ് കൊടുക്കാതെ നമുക്ക് തിരികെ കിട്ടുന്ന ഒരു സംവിധാനവുമാണ്. ഒരു റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിലും ഒരു വെൽത്ത് അക്യുമുലേഷനും ഒക്കെ ഒരു സെഗ്മെൻറ്റ് ഈ EPF-ഉം PPF-ഉം വേണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇതിൻ്റെ ഡ്രോബാക്കുകളായിട്ടുള്ള ലോക്ക് ഇൻ പീരീഡ് കൂടിയത്, ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കുകയും വേണം എന്നുള്ളതാണ്. നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ പ്ലാൻ ചെയ്യുന്നത് നിങ്ങളുടെ ഒരു റിസ്ക് എടുക്കാനുള്ള അവസ്ഥയെയും നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോളിനെയും നോക്കി വേണം. അതുകൊണ്ട് തന്നെ PPF മാത്രം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറായിട്ടുള്ള 8848030018 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുവാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. തീർച്ചയായിട്ടും റെസ്പോൺസ് കിട്ടുന്നതായിരിക്കും.